എല്ലാവർക്കും നമസ്കാരം. ശ്രീകുളത്തൂർ ദേവസ്ഥാനം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉത്രം നക്ഷത്രത്തിൽ ജനിക്കുന്നവരുടെ ഗുണദോഷ ഫലങ്ങളും പൊതുവായ സ്വഭാവങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഉത്രം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഉയർന്ന പദവിയിൽ എത്തുമെന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. പ്രത്യേകിച്ചും ഉത്രത്തിൻ്റെ ഒടുവിലത്തെ മുക്കാൽ ഭാഗത്ത് ജനിക്കുന്നവർക്ക് വിജയസാധ്യത കൂടുതലുണ്ടെന്ന് പറയപ്പെടുന്നു. സൗഭാഗ്യവും ധനവും ഐശ്വര്യവും ഉത്രം നക്ഷത്രക്കാർക്ക് സാധാരണഗതിയിൽ അനുഭവത്തിൽ വരും. സൗന്ദര്യവും ആരോഗ്യവും ഉണ്ടാകും. ഭൗതിക സുഖങ്ങൾ പൂർണ്ണമായി അനുഭവിക്കണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും ഇവർ. ആഹാര കാര്യത്തിൽ ഇവർക്ക് നിഷ്ഠയുണ്ടാകും. സുഖ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കും. സത്യസന്ധതയും സദാചാരനിഷ്ഠയും ഉണ്ടാകും. അന്യരെ സഹായിക്കുവാൻ എപ്പോഴും ഇവർ സന്നദ്ധത കാണിക്കും. ഇവർക്ക് വക്രബുദ്ധി കുറവായിരിക്കും. പെട്ടെന്ന് കോപിക്കുകയും അതുപോലെ തന്നെ ശാന്തപ്പെടുകയും ചെയ്യും. സ്വന്തം തെറ്റുകളെപ്പറ്റി പശ്ചാത്തപിക്കുന്ന സ്വഭാവവും ഇവർക്ക് ഉണ്ടാകും. പക്ഷേ അത് അംഗീകരിക്കുവാനായിട്ട് ഇവർ തയ്യാറാകില്ല. ഉത്രം നക്ഷത്രക്കാർ ജീവിതത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാൻ നിർബന്ധിതരാകും. ഇവർക്ക് കലാവാസനയുണ്ടാകും. പ്രായോഗിക ബുദ്ധി കൂടുതലായിട്ടുണ്ടാകും. ഇവർ ഒന്നുകൊണ്ടും മനസ്സ് മടുക്കുന്ന സ്വഭാവക്കാരായിരിക്കുകയില്ല. ഇവർക്ക് സ്വാശ്രയ ബുദ്ധി കൂടുതലായിട്ടുണ്ടാകും. ഇവർ ഉന്നത വിദ്യാഭ്യാസം നേടും. വിദ്യാസംബന്ധമായ തൊഴിലിൽ ഇവർ ഏർപ്പെടും. സാമ്പത്തികമായി നല്ല ഉയർച്ച നേടും. ആർക്കും ഉപദ്രവം ചെയ്യരുതെന്ന് നിർബന്ധക്കാരായിരിക്കും ഇവർ. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഉയർച്ച നേടും. സ്ഥാനമാനങ്ങളും പദവിയും ലഭിക്കും. തന്ത്രപൂർവം പ്രവർത്തിച്ച് അംഗീകാരം നേടും. പക്ഷേ അതുമൂലം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുകയില്ല. ഇവർക്ക് ആശ്രിത വാത്സല്യം കൂടുതലായിരിക്കും. വലിയ ഒരു സുഹൃത്ത് വലയം ഉണ്ടാകും. തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കും. സ്വന്തം വിശ്വാസങ്ങൾ ആര് പറഞ്ഞാലും മാറ്റാനായിട്ട് ഇവർ തയ്യാറാവുകയില്ല. യുക്തിവാദം കൊണ്ട് ഈ നക്ഷത്രക്കാരുടെ മനോഭാവം മാറ്റി തീർക്കാൻ ആർക്കും കഴിഞ്ഞെന്ന് വരികയില്ല. ഇവർക്ക് സാഹിത്യ വാസനയുണ്ടാകും. ലേഖകർ, അഭിഭാഷകർ, അധ്യാപകർ, ഗവേഷകർ എന്നീ നിലകളിൽ ഉത്രം നക്ഷത്രക്കാർ വളരെ അധികം ശോഭിക്കും. സംഘടനകളുടെ നേതൃത്വം വഹിക്കുവാനും അവയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുവാനും പ്രത്യേകമായ കഴിവും സാമർഥ്യവും ഇവർക്ക് ഉണ്ടാകും. ഇവർക്ക് ധാരാളം അനുയായികൾ ഉണ്ടാകും. ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും. ഉദരരോഗങ്ങൾ ഇടയ്ക്കിടെ ബാധിച്ചു എന്ന് വരാം. പക്ഷേ ഗൗരവമായ രോഗപീഠകളൊന്നും ഉണ്ടാവുകയില്ല. സുഖ ജീവിതത്തിലുള്ള താല്പര്യം മൂലം പഥ്യം ആചരിക്കുവാനും ദിനചര്യ ക്രമീകരിക്കുവാനും ഇവർ മടി കാണിക്കും. ഇത് ആരോഗ്യത്തിന് ഹാനികരമായി തീരാവുന്നതാണ്. ഇവരുടെ കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. ആകർഷകമായ സംഭാഷണ രീതി കൊണ്ട് എല്ലാവരുടെയും സ്നേഹ ബഹുമാനങ്ങൾ നേടിയെടുക്കും. സ്നേഹവും വിധേയത്വവുമുള്ള ജീവിത പങ്കാളിയെ ലഭിക്കും. സന്താനങ്ങളുടെ സഹകരണം മൂലം വാർദ്ധക്യകാലം സന്തോഷകരം ആവും. 12 വയസ്സ് വരെ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. 12 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കാലത്ത് വിദ്യാഗുണം, കുടുംബസുഖം തുടങ്ങിയവ ഉണ്ടാവുമെങ്കിലും അപകടങ്ങൾ, മുറിവുചതവുകൾ തുടങ്ങിയവ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലത്ത് കുടുംബത്തിനും മാതാപിതാക്കൾക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. പക്ഷേ തൊഴിൽ സംബന്ധമായ അസ്ഥിരത, മനക്ലേശം, ശത്രുപീഡ തുടങ്ങിയവയും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കാലം താരതമ്യേന മെച്ചപ്പെട്ടതാണ്. ഭാവി ജീവിതത്തിന് ഒരു ഉയർച്ച, ഒരു അടിത്തറ കെട്ടിപ്പടുക്കുവാനായിട്ട് ഈ കാലത്ത് കഴിഞ്ഞെന്ന് വരും. എന്നിരുന്നാലും അധ്വാന കൂടുതലും പലവിധ കഷ്ടപ്പാടുകളും ഈ കാലത്ത് ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. 40 വയസ്സിന് ശേഷം 60 വയസ്സിനകത്തുള്ള കാലത്താണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉയർച്ച ഉണ്ടാവുക. ധനാഭിവൃദ്ധിയും സ്ഥാനമാനങ്ങളും പദവിയും നേടുക, പ്രഭാഷണങ്ങൾ, ലേഖനങ്ങൾ, ഗ്രന്ഥനിർമ്മാണം തുടങ്ങിയവ കൊണ്ട് അംഗീകാരം നേടുക തുടങ്ങിയവയ്ക്കെല്ലാം ഈ കാലത്ത് യോഗമുണ്ട്. 60 വയസ്സിന് ശേഷം വാദസംബന്ധവും ഹൃദയസംബന്ധവുമായ അസുഖങ്ങൾ മൂലം ക്ലേശിക്കാനായിട്ട് ഇടയുണ്ട്. ഉത്രം നക്ഷത്രം പൊതുവെ സ്ത്രീ പുരുഷന്മാർക്ക് ശുഭ നക്ഷത്രമാണ്. മറ്റുള്ളവർ ഇവരെ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യും. സാമർഥ്യം, വിദ്യാഭ്യാസം, സുഖം, ജനനായകത്വം എന്നിവ ഇവർക്ക് ഉണ്ടാകും.
നന്മയും പരിശുദ്ധിയും ഇഷ്ടപ്പെടുന്ന ഇവർ മറ്റുള്ളവരും നല്ലത് പ്രവർത്തിക്കുവാനായിട്ട് നിർബന്ധം പിടിക്കും. ധനപരമായും ഇവർ നല്ല നിലയിൽ എത്താറുണ്ട്. സർക്കാർ ജോലിയും ഇവർക്ക് ലഭിക്കുന്നു. വിശാല മനസ്കതയും ശുഭാപ്തി വിശ്വാസവും ഇവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കും. ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ വിജയത്തിനായി കഠിന പരിശ്രമം ചെയ്യുന്നതിന് ഇവർക്ക് സാധിക്കും. എങ്കിലും സ്വന്തം കാര്യത്തിൽ ഇവർ അധികം തൽപരരായിരിക്കും. സ്വന്തം നേട്ടങ്ങൾ നോക്കിയായിരിക്കും ഇവർ മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നത്. എന്തെങ്കിലും പ്രയോജനം സിദ്ധിക്കാത്തവരുമായി ഇവർ വലിയ അടുപ്പം പ്രദർശിപ്പിക്കാറുമില്ല. എപ്പോഴും സ്വന്തം നിലപാടുകൾ ശരി എന്ന വിശ്വാസവും ഇവരെ ഭരിക്കും. ഉത്തരത്തിന്റെ ആദ്യ അതായത് ചിങ്ങക്കൂറിൽ പുരുഷന്മാർ ജനിക്കുന്നതും കന്നിക്കൂറിൽ സ്ത്രീകൾ ജനിക്കുന്നതും ഉത്തമമാണെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നുണ്ട്. ചിങ്ങക്കൂറുകാർ ആത്മീയമായി ചായ്വുള്ളവരായിരിക്കും. ഇവർക്ക് ചിലപ്പോൾ ദാമ്പത്യ ദുരിതം അനുഭവപ്പെട്ടേക്കാം. ഉത്തരം മുക്കാലിൽ ജനിച്ചവരിൽ, അതായത് കന്നിക്കൂറിൽ ജനിച്ചവർ സ്ത്രീ സഹജമായ പ്രത്യേകതകളും കാമാധിക്യവും കാണാറുണ്ട്. ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി, ചിത്തിര, വിശാഖം, തൃക്കേട്ട എന്നിവയാണ്. അപ്പോൾ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുമായിട്ട് കൊടുക്കൽ വാങ്ങലുകളോ ബിസിനസ് പാർട്ണർഷിപ്പോ വിവാഹബന്ധത്തിലോ ഏർപ്പെടുന്നത് നല്ലതല്ല. ഇവർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ചൊവ്വ, വ്യാഴം, ബുധൻ ഈ 3 ദശാകാലങ്ങൾ ഇവർക്ക് ദോഷം നിറഞ്ഞതായിരിക്കും. അപ്പോൾ ഈ ദശാകാലങ്ങളിൽ ദോഷ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. ഉത്രം, ഉത്രാടം, കാർത്തിക എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം, മറ്റ് പൂജാതി കർമ്മങ്ങൾ എന്നിവയ്ക്ക് ഉത്തമമാണ്. ആദിത്യ പ്രീതികരങ്ങളായ കർമ്മങ്ങൾ, ആദിത്യ ഹൃദയ ജപം, ശിവക്ഷേത്ര ദർശനം, ശിവഭജനം എന്നിവ ഈ നക്ഷത്രക്കാർക്ക് ശുഭഫലങ്ങൾ നൽകുന്നു. ഇവർ നിത്യവും ആദിത്യ പ്രാർത്ഥനയോടെ അല്പസമയം വെയിലേൽക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് ഉത്തരത്തിന്റെ ആദ്യ പാദത്തിൽ ജനിച്ചവർക്ക് രാശ്യാധിപനും സൂര്യനായതിനാൽ ആദിത്യ ഭജനം ക്ഷിപ്ര ഫലങ്ങൾ നൽകുന്നു. ഇപ്പം ഞായറാഴ്ചയും ഉത്രവും ചേർന്ന് വരുന്ന ദിവസം ഇവർ സവിശേഷ പ്രാധാന്യത്തോടെ ആദിത്യനെ ഭജിക്കുക. ഉത്തരം മുക്കാലിൽ, അതായത് കന്നിക്കൂറിൽ ജനിച്ചവർ ബുധപ്രീതികരങ്ങളായ കർമ്മങ്ങൾ, ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം, നിത്യേനയുള്ള ഭാഗവത പാരായണം എന്നിവ നടത്തുന്നത് നന്നായിരിക്കും. ഇവരുടെ അനുകൂലമായ നിറങ്ങൾ ചുവപ്പ്, കാവി, പച്ച ഈ നിറങ്ങളാണ് ഇവർക്ക് അനുകൂലമായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ സ്വഭാവങ്ങൾ. ജനിക്കുന്ന സമയത്തെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തി മാത്രമേ നമുക്ക് പൂർണ്ണമായ ഗുണദോഷ ഫലങ്ങൾ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനാൽ ഉത്തമനായ ഒരു ജ്യോതിഷ ആചാര്യന്റെ ഉപദേശം തേടാവുന്നതാണ്. എന്നെ ബന്ധപ്പെടണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ജനന വിവരങ്ങൾ അയച്ചാൽ ഇരു കൂട്ടരുടെയും സമയ ലഭ്യത അനുസരിച്ച് സംസാരിക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.